بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. بارك الله لنا ولكم من القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹളായ പദ്ധതികൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറയാണ്. അതിലെ 277, 78, 79 3 ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്നത്. ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരുന്ന വിഷയം ഏറ്റവും നികൃഷ്ടമായ പടച്ചവൻ വെറുത്ത പലിശയെ സംബന്ധിച്ചാണ്. അള്ളാഹു പലിശയെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം യഥാർത്ഥ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സ്വാലിഹായ സൽക്കർമ്മങ്ങൾ വ്യാപൃതരാവുകയും പവിത്രമായ നമസ്കാരം നിലനിർത്തുകയും തന്നിൽ നിർബന്ധമായ സാമ്പത്തിക ബാധ്യതയായ സക്കാത്ത് അത് കൊടുത്തു വിടുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ വണ്ണമായ പ്രതിഫലമുണ്ട് എന്നും അവർ നാളെ ഖേദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടുന്ന, ഭയപ്പെടുകയോ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയും അവർക്ക് വരികയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? യഥാർത്ഥ സത്യവിശ്വാസിയാണ് എങ്കിൽ ഇനി അടുത്തത് ശേഷം പറയാൻ പോകുന്ന ആ വിഷയത്തിൽ അവൻ വലിയൊരു തീരുമാനമെടുക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു ഈ വിഷയം പറഞ്ഞതിൻ്റെ ഇടയിൽ യഥാർത്ഥ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, തീർച്ചയായും അല്ലാഹുവിൽ വിശ്വസിക്കുകയും വിശ്വാസം രൂഢമൂലമാക്കുകയും യഥാർത്ഥത്തിൽ നമ്മുടെ ഇബ്രാഹിമി കുടുംബത്തിൻ്റെ അവർ ചെയ്ത അവരുടെ ഈമാനിക കരുത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഒക്കെ സംഭവ കഥകളും ചരിത്രങ്ങളും ഒക്കെ അനുസ്മരിച്ച് കടന്നു വന്ന ഒരു സുബഹിയാണ്. അപ്പോൾ ഈ സുബഹി യഥാർത്ഥത്തിൽ പള്ളി നിറയ്ക്കേണ്ടതാണ്, അല്ലേ? നമ്മുടെ ഈമാനിൻ്റെ ബലഹീനതയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ ഈമാനിനെ അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ ഈമാൻ ഒന്ന് കാറ്റടിച്ചാൽ, ഒരു മഴ പെയ്താൽ, മാനത്ത് ഇടിവെട്ടിയാൽ മങ്ങിപ്പോകുന്ന, ഇരുണ്ടുപോകുന്ന ഈമാനായി മാറി. അല്ലാഹു പ്രകാശപൂരിതമായ, ജ്വലിക്കുന്ന, എന്നെന്നും നിലനിൽക്കുന്ന സുദൃഢമായ ഈമാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും
നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബഹി നഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ഈമാനിനെ പരിശോധിക്കണം. അങ്ങനെയാണ്. സുബഹി ആർക്കെങ്കിലും നഷ്ടപ്പെടുന്നുവെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഈമാനിനെ പരിശോധിച്ചേക്കണം. നഅൂദുബില്ലാ, അല്ലാഹു നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബലവത്തായ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുകയാണ്, ആമനു വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത് സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഒപ്പം വഅഖാമുസ് സ്വലാത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും വആതുസ് സക്കാത്ത് അഥവാ നിർബന്ധ ദാനം അത് കൃത്യമായി കൊടുത്തു വീടുകയും ചെയ്യുകയാണ് എങ്കിൽ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹി, റബ്ബിന്റെ അടുക്കൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. അത് എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് പറയാൻ കഴിയില്ല. പടച്ചവൻ കൊടുക്കുന്ന വലിയൊരു ഔദാര്യമാണ്, സമ്മാനമാണ്. വലാ ഖൗഫുൻ അലൈഹിം, നാളെ എന്താവും എന്ന് ഭയപ്പെടുകയും അവർ വേണ്ട. അതിനെപ്പറ്റി ചിന്തിച്ച് ബേജാറായി ഭയപ്പെടേണ്ട. മാത്രമല്ല വലാഹും യഹ്സനൂൻ, ഖബറിൽ പോയി കിടക്കുമ്പോഴും അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഭാര്യയെ ഓർത്ത്, മക്കളെ ഓർത്ത്, തലമുറകളെ ഓർത്ത് ഖബറിൽ കിടക്കുമ്പോഴും മഹ്ശറിൽ നിൽക്കുമ്പോഴും അവർക്ക് മറ്റുള്ളവരെ സംബന്ധിച്ച് ദുഃഖിക്കേണ്ടുന്ന, പ്രയാസപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. അള്ളാഹു അത്ര വലിയ സമ്മാനമാണ് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്നത്. 1, ഈമാനിനെ ബലപ്പെടുത്തുക. 2, അമലു സ്വാലിഹയിൽ വ്യാപൃതരാവുക, കഴിവിന്റെ അത്രയും നന്മകൾ ചെയ്യാൻ പരിശ്രമിക്കുക. 3-മത്തതോ നമസ്കാരം അത് വളരെ കൃത്യതയോടെ, ജാഗ്രതയോടെ നിർവഹിക്കുക. സമ്പത്തിന്റെ വിഹിതം അത് കൃത്യമായി ശുദ്ധീകരിക്കുകയും അത് കൊടുത്തു വീട്ടുകയും ചെയ്യുക. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒറിജിനൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയുള്ളവരാകണേ, അല്ലാഹുവിനെ ഭയപ്പെടണേ. അതുകൊണ്ട് പലിശയിനത്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതിനെ വിട്ടേക്ക്, വേണ്ട എന്ന് വയ്ക്കും. പലിശ ഇനത്തിൽ ബാക്കിയുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കും. വേണ്ട, എനിക്കിനി പലിശ വേണ്ട, നീ തന്നത് തന്നു, ഞാൻ തിന്നു, ഞാൻ കുടിച്ചു, ഞാൻ ധരിച്ചു, ഞാൻ വസിച്ചു, ഞാൻ എല്ലാം അനുഭവിച്ചു, വേണ്ട, എനിക്കിനി നിന്റെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ള പലിശ ഞാനിതാ വേണ്ടാന്ന് വെക്കുകയാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹു പറയുകയാണ്, ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ വലിയ പ്രഖ്യാപനം കേട്ടിട്ട് നിങ്ങൾ പലിശീലത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനമെടുത്തേക്കും. എന്താ തീരുമാനം? വേണ്ട, എനിക്ക് കിട്ടാനുള്ളത് എനിക്കിനി വേണ്ട, പലിശീലത്തിൽ കിട്ടാനുള്ളത് വേണ്ട. ഇനി അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ കേട്ടുകൊള്ളിൽ, ഇനി ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള യുദ്ധപ്രഖ്യാപനം ഇതാ വന്നിരിക്കുന്നു. നിങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹുവായിട്ടാണ്, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എത്ര വലിയ പാപമാണ്, എത്ര വലിയ തെറ്റാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. വേറെ ഏത് വിഷയത്തിലാണ് അള്ളാഹു എതിരാളിയായി വരുന്നതും അള്ളാഹുവിന്റെ റസൂൽ എതിരാളിയായി യുദ്ധരംഗത്ത് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. രണ്ട് കാര്യങ്ങൾക്കാണ്, പഠിച്ചു വെച്ചോളി, നമ്മൾ മറക്കരുത്. 2 കാര്യങ്ങൾക്കാണ് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമ്മൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 1, പലിശ, അതിന്റെ കെടുതി, അതിന്റെ ഹറാമ്, അതിന്റെ തിന്മ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എങ്കിൽ
സൂക്ഷിച്ചുകൊള്ളുക. എതിരാളിയായി യുദ്ധത്തിന് നിൽക്കുന്നത്, വാളെടുത്ത് യുദ്ധത്തിന് നിൽക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. 2, അള്ളാഹുവിന്റെ ഔലിയാക്കളെ ദ്രോഹിക്കുകയും അവരെ പുലഭ്യം പറയുകയും അവരെ ആക്ഷേപിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നവർ. അവരുടെ എതിരിൽ വരുന്നത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലുമാണ്. ഈ 2 കാര്യങ്ങളാണ് യുദ്ധപ്രഖ്യാപനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ, അറിവില്ലാത്ത കാലഘട്ടത്തിൽ പലിശ വാങ്ങിച്ചു, ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് അവരിൽ പലിശ വാങ്ങിച്ചു ഇതുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പൊ ബോധം വന്നു, ഞാൻ അതിൽ നിന്നെല്ലാം പിന്തിരിയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്തത് അത് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കടമായി എങ്ങോട്ട് കൊടുത്തത് മൂലധനം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം. അതിലൂടെ പലിശയായി വരുന്നത് വേണ്ട എന്ന് നിങ്ങൾ വെക്കുന്നു, വേണ്ട എന്ന് വെക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരോടും അക്രമം ചെയ്യുന്നില്ല, ആരും നിങ്ങളെയും ആക്രമിക്കുന്നതുമില്ല. കണ്ട, സിമ്പിളായ കാര്യം അള്ളാഹു പറയുകയാണ്. നിങ്ങൾ തൗബ യഥാർത്ഥത്തിൽ നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ ഇത് നിർത്താതെ വന്നിരുന്ന് അല്ലാ 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 ഞാൻ തൗബ ചെയ്യാണ്, പുറത്തു തരണം, സ്റ്റോപ്പ് ചെയ്യണം, വേണ്ട. പലിശ ഇനത്തിൽ എനിക്ക് കിട്ടാനുള്ളത് വേണ്ട, നീ എനിക്ക് ഞാൻ തന്ന മൂലധനം നീ എനിക്ക് തിരിച്ചു തന്നേ. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, നീ കടം കൊടുത്തവൻ അവൻ ഇച്ചിരി ഞെരുക്കത്തിലാണ്, ഇച്ചിരി പ്രയാസത്തിലാണ്. അവരോട് പറയാടേ, നീ പലിശ തരണ്ടാടേ, നീ ഞാൻ തന്നത് നിങ്ങൾ തന്നേ. അങ്ങനെയാണ് പറഞ്ഞത്. രണ്ടാമതെന്താ പറയുകയാണ്, നീ കടം കൊടുത്തവൻ, നിന്റെ അടുത്ത് കടം വാങ്ങിച്ചു കൊണ്ടുപോയവൻ അവൻ ഞെരുക്കത്തിലാണ്, അവനിപ്പൊ തരാൻ കഴിയില്ല, അവൻ പ്രയാസത്തിലാണ്. അല്ലാഹ് പറയുന്നു, അവന് ആശ്വാസം ഉണ്ടാകുന്നത് വരെ നീ അവന് അവധി നീട്ടിക്കൊടുക്കും. അവന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് നിന്റെ കടം അവൻ വീട്ടുന്നത് വരെ, അവന് ഇച്ചിരി നിയമത്തൊക്കെ ഉണ്ടാകുന്നത് വരെ നീ അവന് അവധി നീട്ടിക്കൊടുക്കും. കേട്ടാ, മൂന്നാമത് അള്ളാഹു പറയുകയാണ്, വേണ്ട, ഞാൻ നിനക്ക് സദഖയായി തന്നിരിക്കുന്നു, നീ അതിന് തിരിച്ചറിയൊന്നും വേണ്ട. ചിലപ്പോൾ ഞാൻ തന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി നീ പലിശയായിട്ട് എനിക്ക് തന്നിട്ടുണ്ടാകും, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാകും. ഞാനിപ്പോൾ അതിനെല്ലാം മാറി ഞാൻ തൗബ ചെയ്ത് യഥാർത്ഥമായി ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്തേക്ക്, നീ അത് തരണ്ട, നിനക്ക് സ്വതക്കയായി ഞാൻ തരികയാണ്. അള്ളാഹ് പറയുകയാണ്, അവന് നിങ്ങൾ സ്വതക്കയായി നിങ്ങൾ കൊടുത്തേക്ക്, എങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും വലിയ നന്മയാണ്, ഏറ്റവും വലിയ ഉത്തമമാണ്. നിങ്ങൾ യഥാർത്ഥമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. 2 കാര്യം എടുത്തു പറഞ്ഞു. പരിശീലനത്തിൽ കിട്ടാനുള്ളത് ഉപേക്ഷിച്ചിട്ട് മൂലധനം മാത്രം നിങ്ങൾ സ്വീകരിക്കും. ആ മൂലധനം തരാൻ അവന് ഞെരുക്കത്തിലാണ്, പ്രയാസത്തിലാണ് എങ്കിൽ അവധി നീട്ടിക്കൊടുക്കും. ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ മൂലധനം കൂടി അവന് സദഖയായിട്ട് കൊടുത്തേക്ക്. നീ എടുത്തോ, ഞാൻ സദഖ കരുതുകയാണ്, നിനക്ക് സദഖയായി തന്നിരിക്കുകയാണ്, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നീ എനിക്കൊന്നും ഇനി തിരിച്ചു തരണ്ട, ഒന്നും തിരിച്ചു തരണ്ട. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും വലിയ നന്മയായിട്ടുള്ളത്. എന്നിട്ട് അവസാനം ആ ഭാഗം അള്ളാഹു പറഞ്ഞു നിർത്തുന്നത് ശ്രദ്ധിക്കുന്നു. ഇതെല്ലാം സംഭവങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ ഖുർആനിന്റെ ആരംഭം മുതൽ കേട്ടു. അൽഹംദുലില്ലാഹ് ഇവിടം വരെ എത്തി. അള്ളാഹുവിന്റെ 100 കൽപ്പനകൾ, 100 നിരോധനങ്ങൾ, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ, അള്ളാഹുവിന്റെ ഭീഷണികൾ, ഇതെല്ലാം നമ്മൾ കേട്ടു. അവസാനമായി അള്ളാഹു പറഞ്ഞു നിർത്തുകയാണ്,
നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹുവുമായിട്ട് മുഖാമുഖം നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ, നിങ്ങൾ സൂക്ഷിക്കണേ. ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്താണ് ഇത്. ആദ്യം ഇറങ്ങിയ ആയത്താണ് ഇഖ്റ എന്ന് തുടങ്ങി അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നത് എത്ര ദിവസം അറിയാമോ? പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നത് 9 രാത്രിയാണ്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം 9 രാത്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ 9 ദിവസത്തിന്റെ ഇടയിൽ ഒരു ശനിയാഴ്ച പനി പിടിക്കും. ശനിയാഴ്ചയാണ് രോഗം തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശനിയാഴ്ച രോഗം തുടങ്ങുന്നു. തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ഈ ആയത്താണ് ഖുർആനിലെ അവസാനമായി ഇറങ്ങിയ ആയത്ത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ثم توفى كل نفس ما كسبت. നിങ്ങൾ ഇവിടെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്തൊക്കെ അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിന്റെ മുഴുവനും പ്രതിഫലം അല്ലാഹു നാളെ പൂർത്തീകരിച്ചു തരും. നിങ്ങൾക്ക് അല്ലാഹു നൽകും. അല്ലാഹ് പിടിച്ചു വെക്കൂല, അല്ലാഹ് പൂർത്തീകരിച്ചു നൽകും. ثم توفى كل نفس ما كسبت. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ സകല നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു നൽകും. വഹും ലാ യുദ്ലമൂൻ. ഒരാണ് അളവ് പോലും നിങ്ങളോട് അല്ലാഹു തആല അക്രമം കാണിക്കുകയില്ല, അനീതി അല്ലാഹു കാണിക്കുകയില്ല. നിങ്ങൾ നാളെ അനീതിക്ക് ഇരയാവുകയും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പടച്ചവരെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചുകൊള്ളി, പടച്ചവരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളി. എത്ര ലളിതവും സരളവുമായ രീതിയിലാണ് പലിശയെ സംബന്ധിച്ച്, അതിൻ്റെ തെറ്റിനെ സംബന്ധിച്ച്, അതിൻ്റെ കുറ്റത്തെ സംബന്ധിച്ച്, അത് വന്നുപോയാൽ ചെയ്യുന്ന പരിഹാരത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി തരുന്നത്, അല്ലാഹു മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഒരാൾക്ക് മൻ സറഹു അൻ യുദില്ലഹു അല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ബിഹി, നാളെ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടണമെന്ന് ആരെങ്കിലും കൊതിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും കൊതിക്കാതിരിക്കും. അർശിന്റെ തണലല്ലേ നാളത്തെ തണലുള്ളൂ, വേറെ തണലില്ല. ആ തണല് കിട്ടണം എന്ന് നിങ്ങൾ ആരെങ്കിലും കൊതിക്കുന്നുവെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൽയസ്ർ അലാ മുഅസ്സിർ. ബുദ്ധിമുട്ടുള്ളവന്റെ ബുദ്ധിമുട്ട് ഒന്ന് എളുപ്പമാക്കി, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസത്തെ നിങ്ങൾക്ക് ദൂരീകരിച്ചു കൊടുക്കുക. ഏറ്റവും നല്ല പ്രതിഫലം, ഏറ്റവും നല്ല പ്രതിഫലം. വലിയ ഭാരം അവൻ ചുമക്കുകയാണ്, ആ ഭാരത്തെ ഒന്ന് ലഘൂകരിച്ചു കൊടുക്കുക. ആ ഭാരത്തെ നിങ്ങളൊന്ന് കുറച്ചു നേരം ഏറ്റെടുത്ത് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്നു, അവനെ സഹായിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ രണ്ടാംഘട്ടത്തിലേക്ക് പുറപ്പെടുന്നു, അവനെ സഹായിക്കുക. മോചനപത്രം എഴുതപ്പെട്ട അടിമ, ആ അടിമയ്ക്ക് ആവശ്യമായ ധനത്തെ കൊടുത്ത് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ അവന് അർശിന്റെ തണൽ ലഭിക്കാൻ കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദ അൻ തസ്തജാബ ദഅവതഹു, ആരെങ്കിലും ദുആ സ്വീകരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, വ അൻ തക്ശഫ ഖുർബതഹു, അതൊറ്റ മാർഗ്ഗമേ, ബുദ്ധിമുട്ടുന്നവന്റെ ബുദ്ധിമുട്ട്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസത്തെ നിങ്ങൾ മാറ്റിയൊന്ന് കൊടുത്തേക്കും, മാറ്റിക്കൊടുക്കും. അല്ലേ? ഒരു രോഗി, അല്ലെങ്കിൽ കടം കൊണ്ട് വരഞ്ഞവൻ, അല്ലെങ്കിൽ വീടില്ലാത്തവൻ, പ്രയാസപ്പെടുന്നവർ,
ഏതെങ്കിലും തരത്തിലൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ അവന്റെ പ്രയാസത്തെ നിങ്ങൾക്ക് ലഘൂകരിക്കാൻ കഴിയുമെങ്കിൽ, ഒന്ന് മാറ്റിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ദുആ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു അത്തരത്തിൽ നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ.